ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ഈ ബോർഡിൻ്റെ റിവ്യൂ നമ്മൾ നേരത്തെ ചെയ്തതാണ്. LA4440 വെച്ച് ഉള്ള ഒരു ബോർഡാണ്, സ്റ്റീരിയോ ബോർഡാണ്. അന്നേരം ചില സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു ഇതിൻ്റെ കണക്ഷൻ എങ്ങനെ കൊടുക്കണമെന്ന്. അന്നേരം കണക്ഷൻ്റെ ഈ വയറിംഗ് കണക്ഷൻ എങ്ങനെ കൊടുക്കണമെന്ന് വയറിംഗ് ഒന്ന് പറഞ്ഞു തരാൻ അവരുടെ ആവശ്യപ്രകാരമാണ്, സബ്സ്ക്രൈബറിൻ്റെ ആവശ്യപ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അന്നേരം നമുക്കിന്ന് ഇതിൻ്റെ വയറിംഗ് ഒക്കെ ഒന്ന് നോക്കാം. അന്നേരം ഇതിൻ്റെ വയറിംഗ് ആദ്യം കൊടുക്കുന്നത് വെച്ചാൽ വോളിയം കൺട്രോൾ. ഇത് വോളിയം കൺട്രോൾ. ഈ ICയുടെ ലെഫ്റ്റ് ചാനൽ IC ആണിത്, ഇത് റൈറ്റ് ചാനൽ IC. അന്നേരം ഇതിൻ്റെ ഈ വോളിയം കൺട്രോളിൻ്റെ ആദ്യ ഭാഗം എന്ന് വെച്ചാൽ ഈ എർത്താണ്. എർത്ത് ഇത് വോളിയത്തിൻ്റെ മൂന്നാമത്തെ കാലം കൊടുക്കുന്ന, പിന്നെ ഇവിടെ നിന്നാണ് പോകുന്നത് വയർ പോകുന്നത്. അതുപോലെ തന്നെ ഇത് റൈറ്റ് ചാനൽ ICയുടെ റൈറ്റ് ചാനൽ ഔട്ട്പുട്ട് ആണ്. അന്നേരം ഒന്ന് പറഞ്ഞുതരാം. ആദ്യം ഈ വോളിയം കൺട്രോൾ എന്ന് വെച്ചാൽ വോളിയം കൺട്രോൾ നമ്മൾ ഈ രീതിയിൽ പിടിക്കുക. ഇത് 47 വോളിയം കൺട്രോളാണ്. വോളിയത്തിന് ഇടാവുന്ന കൺട്രോളേഴ്സ് 47 മതി. 47ൻ്റെ എടുത്തിട്ട് ഇത് സ്റ്റീരിയോ ഡുവൽ കൺട്രോളാണ്. ഇതൊരു ചാനൽ, ഇതൊരു ചാനൽ. നമ്മൾ ആദ്യം ലെഫ്റ്റ് ചാനൽ ഏതെങ്കിലും എടുക്കുക. അന്നേരം ഈ ആദ്യത്തെ ഒന്നാമത്തെ പിന്ന് എർത്തേലോട്ട് കൊടുക്കുക. ഒന്നാമത്തെ പിന്നെ ഇത് മൊത്തം എർത്താണ്. മുകളിൽ കൂടെ ഈ ലൈൻ, ഈ ഫ്രണ്ട് മൊത്തം എർത്താണ്. ഇതിൻ്റെ എർത്തെന്ന് വെച്ചാൽ ഈ ഭാഗം വരും. ഇവിടെ ആണ് എർത്ത്. ഈ ഭാഗം ഈ ഒന്നാമത്തെ പിന്നെ കൊടുക്കുക. അടുത്ത രണ്ടാമത്തെ പിന്നെ കൊടുക്കേണ്ട കണക്ഷൻ എന്ന് വെച്ചാൽ വോളിയം കൺട്രോളിൻ്റെ വീന്ന് കൊടുത്തേക്കുന്നത് ഇത് ലെഫ്റ്റ് ചാനൽ. ഇവിടുന്ന് ഒരു വയർ സോൾഡർ ചെയ്തിട്ട് വോളിയം കൺട്രോളിൻ്റെ നടുക്ക് കൊടുക്കുക. അടുത്ത ലൈൻ വരുന്നതെന്ന് വെച്ചാൽ ഇതാണ് വരുന്നത്. ഈ കണക്ഷൻ വോളിയം കൺട്രോളിൽ അവിടെ വീന്ന് അടയാളപ്പെടുത്തിയിരിക്കും വോളിയം കൺട്രോൾ. അത് ഈ ലൈനിൽ നിന്ന് വന്നിട്ട് ഈ മൂന്നാമത്തെ പിന്നേലും കൊടുക്കുക. എന്നിട്ട് ഒരു ചാനലും ഓക്കെ ആയി. ഒന്നുകൂടെ പറയാം. വോളിയം കൺട്രോളിൻ്റെ ആദ്യത്തെ പിന്ന് 1, 2, 3. ആദ്യത്തെ പിന്നിലോട്ട് ഗ്രൗണ്ട് ആണ് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ പിന്നേന്ന് വരുന്ന ലൈൻ നമ്മുടെ ഇവിടുന്ന് വരുന്ന ഈ സെക്ഷനിൽ നിന്ന് വരുന്ന ഇതാണ്. ഇതിൻ്റെ ഒരെണ്ണം നടുക്കലത്തെ പിന്നെ കൊടുക്കുക. മൂന്നാമത്തെ കണക്ഷൻ എന്ന് വെച്ചാൽ ഈ ലൈൻ ഈ പിന്നേലും കൊടുക്കുക. വോളിയം കൺട്രോൾ കറക്റ്റായി. അത് ഒരു ചാനൽ. പിന്നെ രണ്ടാമത്തെ ചാനലും അതുകൂട്ട് തന്നെ. രണ്ടാമത്തെ ചാനൽ ഇവിടെ ഗ്രൗണ്ട്, ഇവിടെ ഈ സെൻറ്ററി രണ്ടാമത്തെ പിന്നേന്ന് വരുന്ന കണക്ഷൻ ഇവിടുന്ന് കൊടുക്കുക. അടുത്ത ഇത് കൊടുക്കുക. അന്നേരം മൂന്നാമത്തെ ചാനലിന് ലൈൻ ഇവിടുന്ന് ICയുടെ റൈറ്റ് സൈഡിൽ ഈ പിന്നേന്നുമാണ്, ഇവിടുന്നുമാണ് വയർ സോൾഡർ കൊടുക്കേണ്ടത്. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ആദ്യത്തെ ഇങ്ങനെ ഇപ്പോൾ വോളിയം കൺട്രോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഗ്രൗണ്ട്, ഒന്നാമത്തെ പിന്ന്, രണ്ടാമത്തെ പിന്ന് വോളിയം കൺട്രോളിൻ്റെ ഈ ലൈനിൽ നിന്ന് വരുന്ന ഒരു ഇതാണ്. പിന്നെ മൂന്നാമത്തെ പിന്ന് വോളിയം കൺട്രോളിൻ്റെ അടുത്ത ലൈൻ. ഏകദേശം മനസ്സിലായി കാണുമല്ലോ കൺട്രോൾസ് കൊടുക്കേണ്ട രീതിയിൽ. എന്നിട്ട് അതുകൂട്ട് തന്നെയാണ് ഈ ബാസ് ആൻഡ് ട്രബിളും കൊടുക്കുന്നത്. ബാസ് ആൻഡ് ബാസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റിലെ. അന്നേരം ബേസ് ട്രബിളും ബാസും. അന്നേരം ട്രബിൾ കൊടുക്കണമെങ്കിൽ വോളിയം കൺട്രോൾ ഇങ്ങനെ ഈ രീതി പിടിച്ചിട്ട് തന്നെ ഫസ്റ്റ് ലൈൻ ഇവിടെ കൊടുക്കണം. ഇവിടെ 1, 2, 3. അത് ഈ രീതിയിൽ തന്നെ വോളിയം കൺട്രോൾ ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ കൊടുക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ PCBയുടെ നമ്മളിങ്ങനെ ചേർത്ത് വെച്ച് ഒരു വയർ ഞാനിങ്ങനെ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. PCBയോട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് സോൾഡർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കണം. അതായത് നമ്മൾ തിരിച്ച് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൂട്ടാൻ നേരത്ത് കുറയുകയും കുറയ്ക്കാൻ നേരത്ത് കൂടുകയും ചെയ്യും തിരിഞ്ഞു കൊടുത്താൽ. അല്ല വേറെ പ്രശ്നമില്ല. നടുക്കലത്തെ ഈ പിന്ന് മാത്രം ഈ രണ്ടാമത്തെ ഇത് കറക്റ്റ് ആയിരിക്കണം. അപ്പുറം ഇപ്പുറം മാറ്റി തിരിച്ചു കൊടുത്താലും കൺട്രോൾ കറക്റ്റ് ആവും. അതായത് ഈ രീതിയിൽ തന്നെ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് വയർ വഴി സോൾഡർ ചെയ്തിട്ട് ഈ 3 ബാസും ട്രബിളുമായിട്ട് എടുക്കേണ്ടതാണ്. ഈ രീതിയിൽ തന്നെ കേട്ടോ. മനസ്സിലായല്ലോ? മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അന്നേരം അടുത്തതെന്ന് വെച്ചാൽ സ്പീക്കർ ഔട്ടാണ്. സ്പീക്കർ ഔട്ട് വരുന്നതെന്ന് വെച്ചാൽ IC നമ്പർ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പത്താമത്തെ പിന്നേന്നും 12ാമത്തെ പിന്നേന്നുമാണ് സ്പീക്കർ ഔട്ട് വരുന്നത്. SP ഇവിടെ പഞ്ച് ചെയ്തിട്ടുണ്ട്. സ്പീക്കർ ഔട്ട് വരുന്നതെന്ന് വെച്ചാൽ
10 12 ലൈനാണ് സ്പീക്കർ ഔട്ട് വരുന്നത് റൈറ്റ് സൈഡിലെ. ലെഫ്റ്റ് സൈഡിൽ അതുകൂട്ട് തന്നെയാണ് പിൻ നമ്പർ 10 12 ലൈനാണ് സ്പീക്കർ ലൈൻ വരുന്നത്. അന്നേരം ഈ ഐസിയുടെ നമ്പർ എണ്ണമെന്ന് വെച്ചാൽ ഐസിയുടെ പുറത്ത് നമ്പർ എഴുതുന്നത് എല്ലാ 44 ആ രീതിയിൽ നമ്മുടെ മുഖത്തോട് മേടിച്ചെടുത്ത് ഇടത്തുനിന്ന് വലത്തോട്ടാണ് 1 2 3 4 5 6 അങ്ങനെ എണ്ണേണ്ടത്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഐസിയുടെ നമ്പർ എണ്ണേണ്ടത്. അത് വരുമ്പോൾ അങ്ങനെ 10 12 ലൈനാണ് സ്പീക്കർ ഔട്ട് വരുന്നത്. അടുത്തതായിട്ട് ഇനി നമ്മുടെ 5 വോൾട്ട് റെഗുലേറ്റർ ഐസിയുടെ 5 വോൾട്ട് നമ്മുടെ USB ബോർഡിന് വരുന്ന ലൈൻ കൊടുക്കുന്നത് ഇവിടെയാണ് കണക്ഷൻ എടുക്കേണ്ടത്. IC നമ്പർ ICന്ന് 5 വോൾട്ട് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പിന്നേതാണ്. ഇത് പ്ലസും ഗ്രൗണ്ടും ആണ് എടുക്കുന്നത്. ഇത് പ്ലസ്, ഇത് ഗ്രൗണ്ട്, 5 വോൾട്ട് എന്നുള്ള. അടുത്ത കണക്ഷൻ എന്ന് വെച്ചാൽ ഇത് പ്ലസും മൈനസും ആണ്. ഗ്രൗണ്ട് ഇത് നെഗറ്റീവാണ്, ഗ്രൗണ്ടാണിത്. ഇത് പ്ലസ് പോയിൻറ്റ്, പ്ലസ്. ഇപ്പോൾ ഈ ലൈൻ കൊടുത്തെന്ന് വെച്ചാൽ ഈ ഐസിയുടെ ഇതേന്ന് വരുന്ന ഈ ഗ്രൗണ്ട്, ഐസിക്ക് 2 ഗ്രൗണ്ട് വരേണ്ടി വരും. അതുകൊണ്ട് ഈ പ്രിൻ്റ് ഇത്ര ഇവിടോട്ട് വന്നിട്ടില്ല. അതിന് വേണ്ടിയാണ് വയറെടുത്ത് ഇതിലോട്ട് കപ്പാസിറ്ററോട്ട് കണക്ട് ചെയ്തേക്കുന്നത്. ഇത് നെഗറ്റീവ്, ഇത് പ്ലസ്. പിന്നെ നമ്മൾ വരേണ്ട USB-യുടെ ഔട്ട് വരുന്ന ഭാഗം കൊടുക്കുന്നതാണ്. USB-യുടെ ഔട്ട്, USB ബോർഡിൻ്റെ ഔട്ട് ലെഫ്റ്റും റൈറ്റും അത് പറഞ്ഞുതരാം. USB-യുടെ ഒരു ലൈൻ, ആദ്യത്തെ ഒരു ലൈൻ FM-ൻ്റെ ആയിരിക്കും ഒരു ലൈൻ കിടക്കുന്നത്. പിന്നെ ഈ ഇത് ലെഫ്റ്റും ഇത് റൈറ്റും ആയിരിക്കും. ഈ നടുക്കുന്ന് വരുന്ന പിന്നെ ഗ്രൗണ്ട് ആയിരിക്കും. ഗ്രൗണ്ട് ഈ ഗ്രൗണ്ടെന്ന് വെച്ചാൽ ഈ ഞാനിപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് വെച്ചാൽ ഈ ഷീൽഡ് വയർ ഗ്രൗണ്ടും കറുപ്പ് ചുവപ്പ് ലെഫ്റ്റും റൈറ്റുമാണ്. ലെഫ്റ്റും റൈറ്റും കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ USB-യുടെ ലെഫ്റ്റിന് USB-യുടെ എന്ന ഔട്ടിന് വരുന്ന ഗ്രൗണ്ട് ഇവിടെ കൊടുക്കണം. ഇൻപുട്ട് ഇവിടെ, ഔട്ട് വരുന്നിടത്ത് ഇൻപുട്ട് ഇവിടെ, ലെഫ്റ്റ് ചാനൽ ഇൻപുട്ട് ഇവിടെ, റൈറ്റ് ചാനൽ ഇൻപുട്ട് ഇവിടെ. എന്നിട്ട് ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ഗ്രൗണ്ട് കോമൺ ആയിട്ട് ഇവിടെ പിടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. അന്നേരം ഇതിൻ്റെ സപ്ലൈ വോൾട്ട് 5 വോൾട്ട് 5 വോൾട്ട് കൊടുക്കുമ്പോൾ നോക്കിയ കണക്ഷനൊക്കെ നല്ല മൾട്ടിമീറ്ററൊക്കെ നോക്കി വേണം കൊടുക്കാൻ. മാറിപ്പോകാൻ പാടില്ല. മാറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ USB ബോർഡ് കംപ്ലൈൻറ്റ് വരും. ഉണ്ട് 5 ഇവിടെ നിന്നാണ് 5 വോൾട്ട് ഗ്രൗണ്ട്. ഈ വയർ 5 വോൾട്ട് ഒരു വരയുള്ള വര അത് വര കാണാം, അടയാളം കാണും അതിനകത്ത്. അന്നേരം ഇത് കറക്റ്റ് കൊടുക്കണം. ഓക്കെ, USB വരുന്ന വാളാണ്. ഇത് പ്ലസ്, ഇത് മൈനസ്, USB ബോർഡിൽ നിന്ന് വരുന്നത്. അന്നേരം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അന്നേരം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഞാൻ പറഞ്ഞ കണക്ഷനുകളും വയറിങ് കാര്യങ്ങളും എല്ലാം. അന്നേരം അടുത്ത ഒരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.